നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 മാർച്ച് 31 തിങ്കൾ. ലഹരി യുവാക്കളിലെ അക്രമോത്സുകത. കർമ്മപദ്ധതിക്ക് ഏപ്രിലിൽ തുടക്കം. മയക്കുമരുന്ന് സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ വെബ് പോർട്ടൽ. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പദ്ധതി തയ്യാറാക്കും. അധ്യാപക വിദ്യാർത്ഥി ജാഗ്രതാ സമിതികൾ. 1021 തദ്ദേശ സ്ഥാപനങ്ങൾ മാലിന്യമുക്തം. ഇന്ന് ഈദുൽ ഫിത്തർ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആസ്ഥാന മന്ദിരം ഭൂമി രജിസ്ട്രേഷൻ പൂർത്തിയായി. 2025-26 ബജറ്റിൽ 30 കോടി രൂപയാണ് കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ വകയിരുത്തിയത്. സർക്കാരിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ തെളിവ് എസ് സുദേവൻ. കൊല്ലം കുരീപ്പുഴയിൽ താൽക്കാലിക ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയ്ക്ക് സ്വന്തം ഭൂമിയായതോടെ LD സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കുതിപ്പ് ലക്ഷ്യമിട്ട് നൽകിയ ഒരു വാക്കുകൂടി പാലിച്ചു. ചരിത്ര മുഹൂർത്തമാണിത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ നൽകിയ ശുപാർശകൾ ധനവകുപ്പും റവന്യൂ വകുപ്പും അംഗീകരിച്ചതോടെയാണ് സ്വപ്ന മന്ദിരം യാഥാർത്ഥ്യമാകുന്നതിന് വഴിയൊരുങ്ങിയത്. യൂണിവേഴ്സിറ്റിക്ക് സ്വന്തം ഭൂമി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദിയും അഭിനന്ദനങ്ങളും. ആർ ബിന്ദു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. രാമൻകുളങ്ങര സ്വദേശിനിക്ക് മേരി ക്യൂറി ഫെലോഷിപ്പ്. രാമൻകുളങ്ങര കാൻഡി ട്രീസിൽ സാൻസിയ മോറിസിനാണ് 2.83 കോടിയുടെ ഫെലോഷിപ്പ്. ശാസ്ത്ര പുരോഗതിക്ക് ഗണ്യമായ സംഭാവന നൽകുന്ന ഗവേഷകരെ പിന്തുണയ്ക്കാൻ യൂറോപ്യൻ കമ്മീഷൻ നൽകുന്ന മേരി ക്യൂറി ഫെലോഷിപ്പിന് കൊല്ലം രാമൻകുളങ്ങര സ്വദേശിനി അർഹയായി. രംഗങ്ങൾ വെട്ടിമാറ്റുന്നതിൽ പ്രേക്ഷകരിൽ അമർഷം. ഇനി എമ്പുരാനല്ല എംബാം പുരാൻ, പരിഹസിച്ച് കെ സുരേന്ദ്രൻ. മലയാളത്തിലെ ബിഗ് ബജറ്റ് പാൻ ഇന്ത്യ ചിത്രമായ എമ്പുരാനിലെ 17 രംഗം വെട്ടിമാറ്റുന്നതിൽ പ്രേക്ഷകരിലും അമർഷം. സംഘപരിവാറിൻ്റെ ഭീഷണിയെ തുടർന്നാണ് നിർമ്മാതാക്കൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്ന ചിത്രത്തിൻ്റെ ഭാഗം വെട്ടിമാറ്റുന്നത്. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമാണ്. നായകനായ മോഹൻലാൽ ഖേദപ്രകടനം നടത്തിയതും ശരിയായില്ലെന്ന അഭിപ്രായമാണ് പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നത്. എമ്പുരാനെതിരെയുള്ള ആഹ്വാനം ഫാസിസ്റ്റ് മനോഭാവത്തിൻ്റെ പുത്തൻ പ്രകടനം. കലാസൃഷ്ടിയെയും കലാകാരനെയും നശിപ്പിക്കാനും നിരോധിക്കാനുമുള്ള അക്രമാസക്തമായ ആഹ്വാനങ്ങൾ ഫാസിസ്റ്റ് മനോഭാവത്തിൻ്റെ പുത്തൻ പ്രകടനങ്ങളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് ജനാധിപത്യ അവകാശങ്ങളുടെ ലംഘനമാണ്. സിനിമകൾ നിർമ്മിക്കാനും അവ കാണാനും ആസ്വദിക്കാനും വിലയിരുത്താനും യോജിക്കാനും വിയോജിക്കാനും ഒക്കെയുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടാതിരിക്കണം. കേന്ദ്രം ഞെരുക്കിയിട്ടും കേരളം മുന്നോട്ട്. വാർഷിക പദ്ധതി ചെലവഴിക്കൽ 1.75 ലക്ഷം കോടി കടന്നു. കേന്ദ്ര സർക്കാരിന് സാമ്പത്തികമായി ഞെരുക്കിയിട്ടും ഈ സാമ്പത്തിക വർഷം സംസ്ഥാനത്തിൻ്റെ ആകെ പദ്ധതി ചെലവ് 1.75 ലക്ഷം കോടി കടന്നതായി ധനമന്ത്രി KN ബാലഗോപാൽ. അടുത്ത വർഷം 2 ലക്ഷം കോടി കടക്കുമെന്നാണ് പ്രതീക്ഷ. മാർച്ചിൽ മാത്രം 26,000 കോടി രൂപയാണ് ചെലവഴിച്ചത്. രാഷ്ട്രീയ നിലപാടിൻ്റെ മാറ്റ്. BJPക്കെതിരായി ഇന്ത്യ കൂട്ടായ്മയ്ക്കും അപ്പുറത്തുള്ള വിശാല വേദിക്കായി പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നതാണ് 24-ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയം.
CPIM-ന്റെ സ്വതന്ത്ര കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന് ഊന്നൽ നൽകണം. ഇതിനായി അടിസ്ഥാന വർഗങ്ങൾക്കിടയിൽ പ്രവർത്തനത്തിന് മുൻഗണന നൽകണം. പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തി മധുരയിലേക്ക്. സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക കീഴ്വെൺമണി രക്തസാക്ഷി സ്മാരകത്തിൽ വെച്ച് പോളിറ്റ് ബ്യൂറോ അംഗം G. രാമകൃഷ്ണൻ കേന്ദ്ര കമ്മിറ്റി അംഗം U. വാസുദേവയ്ക്ക് കൈമാറുന്നു. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ച. ഇന്ത്യക്ക് ഇളവില്ല, എല്ലാം ട്രംപിന്റെ വഴിയേ. 4 ദിനം നീണ്ടുനിന്ന ഇന്ത്യ-US വ്യാപാര ചർച്ച ശനിയാഴ്ച അവസാനിച്ചപ്പോൾ എല്ലാം അമേരിക്കയുടെ വഴിയേ എന്ന് വ്യക്തം. ഏപ്രിൽ 2-ന് അമേരിക്ക അടിച്ചേൽപ്പിക്കുന്ന 25% തീരുവ പ്രഖ്യാപനത്തിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കില്ലെന്ന് വ്യക്തമായി. US കമ്പനി ഇന്ത്യയിൽ ആണവ കച്ചവടത്തിന്. ഇന്ത്യയിൽ ആണവ റിയാക്ടറുകൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും അമേരിക്കൻ കമ്പനിക്ക് അനുമതി നൽകി ട്രംപ് സർക്കാർ. അമേരിക്കൻ കമ്പനിക്ക് ഇന്ത്യയിൽ ആണവ കച്ചവടം നടത്താനുള്ള തടസ്സങ്ങൾ നീക്കി ട്രംപ് സർക്കാർ. ഇന്ത്യയിൽ ആണവ റിയാക്ടറുകൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും ഹോൾടെക് ഇന്റർനാഷണൽ കമ്പനിക്ക് US ഊർജ്ജ വകുപ്പ് അനുമതി നൽകി. ആണവ ബാധ്യതാ നിയമത്തിൽ ഉൾപ്പെടെ കാതലായ ഭേദഗതികൾ കൊണ്ടുവരുമെന്ന മോദി സർക്കാരിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് സർക്കാരിന്റെ നീക്കം. ഹോളിക്കിടെ മേൽജാതിക്കാർ ദളിത് യുവാവിനെ തീയിലെറിഞ്ഞു. ഹോളി ആഘോഷങ്ങൾക്കിടെ മേൽജാതിക്കാർ തീയിലെറിഞ്ഞ ദളിത് യുവാവ് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിൽ. ശരീരത്തിൽ 30% പൊള്ളലേറ്റ UP സ്വദേശിയായ വേദ് പ്രകാശാണ് ഡൽഹി സഫ്ദർജംഗ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഹോളി ദിനത്തിൽ അക്രമ സംഭവങ്ങളാണ് UP നാജിബാബയിൽ ദളിതർക്ക് നേരെ അരങ്ങേറിയത്. ആഘോഷങ്ങൾക്കിടെ മേൽജാതിക്കാർ ദളിത് വിഭാഗത്തിൽപ്പെട്ട വേദ് പ്രകാശിനെ തീയിലെറിയുകയായിരുന്നു. പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. മദ്യപിച്ച് ബോധമില്ലാതെ വേദ് പ്രകാശ് സ്വയം തീയിൽ വീണതാണെന്ന് പോലീസ് കഥ മെനഞ്ഞു. എന്നാൽ മെഡിക്കൽ റിപ്പോർട്ടിൽ മദ്യപിച്ചെന്ന വാദം തെളിയിക്കാനായില്ല. ഒരു മെഡിക്കൽ രേഖയും കൈവശമില്ലാതെയാണ് ഡൽഹിയിലെ ആശുപത്രിയിലേക്ക് വേദപ്രകാശിനെ മാറ്റിയത്. നീതിക്കായി പോരാടും CPIM പോളിറ്റ് ബ്യൂറോ അംഗമായ സുഭാഷിണി അലിയും കേന്ദ്ര കമ്മിറ്റി അംഗം വിക്രം സിംഗും ആശുപത്രിയിൽ വേദ് പ്രകാശിനെ സന്ദർശിച്ചു. മനുവാദികളുടെ ഭരണത്തിൽ ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ രാജ്യത്ത് വർദ്ധിക്കുകയാണ്. BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിന്റെ യഥാർത്ഥ സാഹചര്യമാണ് വെളിപ്പെടുന്നത്. നീതിക്കായുള്ള പോരാട്ടം CPM നയിക്കും, പ്രസ്ഥാനിൽ പറഞ്ഞു. ഏതായാലും കയ്യിൽ ചരടും കെട്ടി നടക്കുന്ന ദളിതന്മാരുടെ ഇതൊക്കെ വായിക്കണം. സംഘപരിവാർ ഭീഷണിക്കെതിരെ DYFI പ്രതിഷേധിച്ചു. സംഘപരിവാർ ഭീഷണിക്കെതിരെ പാട്ടും പ്രതിഷേധവുമായി DYFI. സംഗീതമ്പുരാന്മാർ എമ്പുരാനെ എതിർക്കുമ്പോൾ നമുക്ക് കാണാം എന്ന പേരിലായിരുന്നു സാംസ്കാരിക കൂട്ടായ്മ. ചലച്ചിത്ര പ്രേമികളും പരിപാടിയിലെത്തി. മാനവീയം വീതിയിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സാംസ്കാരിക പ്രതിരോധം. സംഘപരിവാറിന്റെ ഭീഷണികളെ ജീവൻ കൊടുത്തും DYFI പ്രതിരോധിക്കുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി VK സനോജ പറഞ്ഞു. ഗുജറാത്ത് വംശഹത്യയെപ്പറ്റി പരാമർശിച്ചാൽ പരാമർശിക്കുന്നവരെ മുഴുവൻ രാജ്യദ്രോഹികളാക്കുന്നത് അംഗീകരിക്കില്ല. ചലച്ചിത്രങ്ങൾക്കും സർഗസൃഷ്ടികൾക്കും കലാകാരന്മാർക്കുമെതിരെ സംഘപരിവാരത്തിന്റെ ഭീഷണിയെ ശക്തമായി പ്രതിരോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.